നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. എന്തുവാടാ? ആദി, നീ എൻ്റെ അടുത്ത് നിൻ്റെ പെണ്ണിനോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടിട്ട് പോലുമില്ല. കണ്ട ശേഷം അവളെൻ്റെ ലവറായി, വൈഫായി, ദേ ഇപ്പം അവളൊരു മദറുമായി. എടാ, എന്നിട്ട് നീ ഇങ്ങനെ കുറേ മുന്തിരിത്തോപ്പും സ്വപ്നം കണ്ട് കുറേ ഡേറ്റയും കളഞ്ഞു, ഒരു പണിയെടുക്കാണ്ട് ബോസിൻ്റെ വായിരിക്കുന്ന കുറേ ന്യൂ റിലീസ് തെറിയും കേട്ട് വല്ലതും നടക്കൂ? നീ എന്തെങ്കിലും അവളോട് എന്തെങ്കിലും ഒന്ന് പറയൂ. നിനക്കൊരു കലാബോധമില്ലേ ജേക്കബേ? എടാ, ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇഷ്ടാണ് ഇഷ്ടാണ് എന്ന്, ഇൻ എവറി മൊമെന്റ്. മൗനം കൊണ്ട് കഷ്ടം. ജേക്കബേ, അവളോടൊപ്പം ആർട്സ് കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന കൗമാരപ്രായം തൊട്ട് തുടങ്ങിയതാ എനിക്ക് അവളോട് ഈ രോഗം. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞില്ല. എന്തിന്? ഞാനിവിടെ സജസ്റ്റ് ചെയ്ത് അവളിവിടെ ജോലിക്ക് കയറിയിട്ട് ഇപ്പൊ മാസം 1 ആയി. എന്നിട്ടും ഞാൻ അവളോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒന്നും. കുറച്ചെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ അവള് മനസ്സിലാക്കട്ടാ. എന്റെ സൈലൻസിൽ തീർത്ത റൊമാൻസ്. സൈലൻസിൽ തീർത്ത റൊമാൻസ്. മലയാളത്തിൽ ഇതിനെ പേടി, ഭയം, അപകർഷതാബോധം, പുളിപ്പ്, ചളുപ്പ്, ആണത്വമില്ലായ്മ എന്നൊക്കെ പറയും. ഓ, പിന്നെ ഒരു പെണ്ണിങ്ങ് കാണുമ്പോഴേക്കും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയുന്നല്ലേ നിന്റെ കാണത്തം. ഈടെ നിനക്കൊന്നും ഒരു കലാബോധം ഉണ്ടായിപ്പോലെ എന്റെ ജേക്കബേ. അത് ഞാൻ കാണുന്നുണ്ട്. താരയെ വളയ്ക്കാൻ വേണ്ടി നീ അവളുടെ കൂട്ടുകാർ റെജിനെ കയ്യിലെടുക്കാൻ നോക്കി മിക്കവാറും അവള് വളയുന്ന കോളുണ്ട്. അങ്ങനെ എങ്ങാണോ സംഭവിച്ച പൊന്നളിയാ വിട്ടുകളയരുത്. വേറൊന്നുമല്ല, അതെങ്കിൽ അത്. ഹലോ, എനിക്കേ ഒരൊറ്റ തന്തേ ഉള്ളൂ, ഒറ്റ ലവറും. അതെന്റെ താരയാ. താര, നീ നേരത്തെ എത്തിയോ? അമ്പോ, ഇതെന്ത് പേശത്? നല്ല ഷാനീന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അതും ഫ്രീക്കിന് പേര് കേട്ട നമ്മുടെ ഈ കമ്പനിയില്. എന്തു പറ്റി? പേടിച്ചു പോയോ? ഫസ്റ്റ് സാലറി കിട്ടിയതിൻ്റെ ഒരു അമ്പലത്തിൽ പോക്കുണ്ടായിരുന്നു ഏർലി മോർണിംഗ്. അത് കഴിഞ്ഞ് നേരത്തെ എത്തി ഓഫീസിൽ. പറഞ്ഞ പോലെ ഇന്ന് ഫസ്റ്റ് സാലറി ട്രീറ്റ് തരാമെന്ന് പറഞ്ഞതല്ലേ? എവിടെ എവിടെ? തരാ റജീന, എല്ലാവർക്കും ഉണ്ട്. ലഞ്ച് ബ്രേക്ക് ആവട്ടെ, എല്ലാവർക്കും ഉണ്ട് ട്രീറ്റ്. താര ഇവിടെ സജസ്റ്റ് ചെയ്തത് ആദി. അങ്ങനെയാണല്ലോ ഇന്റർവ്യൂവിന് വിളിച്ചേ. അപ്പോ ആദിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കണ്ടേ? എന്ത് ചെയ്യാനോ? ആദ്യം എന്നോടൊന്നും മിണ്ടണ്ടേ? പണ്ട് പഠിക്കുന്ന കാലം തൊട്ടേ ആദ്യം ഇങ്ങനെയാ. എല്ലാരോടും സംസാരിക്കും, എന്നോട് മാത്രം ഒന്നും സംസാരിക്കില്ല. പണ്ടെന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ചില നക്ഷത്രങ്ങളൊക്കെ തമ്മിൽ അങ്ങനെയാണ്, എങ്ങനെ നോക്കിയാലും ചേരില്ല. അങ്ങനെ വല്ലതും ആവും ചിലപ്പോ ഞങ്ങളുടെ കാര്യവും. ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവനും കൊടുക്കും. A piece of black forest.
താങ്ക് യു. താര ആ പറയാൻ മറന്നു, കൺഗ്രാചുലേഷൻസ്. എടുക്കൂ എന്ത്? കേക്ക്. ഇതിന്ന് ഞാൻ എന്തെടുക്കണ്ടേ? സോറി, ഉണ്ടായിരുന്നു. തറയിൽ വീണു പോയിന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. എനിവേ താങ്ക് യു. ഓ സോറി. ദേ പിന്നെയും സോറി പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇത്രയ്ക്ക് സങ്കടമാണെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ട്രീറ്റ് തന്നേക്ക്. എങ്ങനെ? അല്ല, ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതാണല്ലോ. ഒരു ട്രീറ്റ് ആണോ? കിട്ടൂടാ. വേണോ? വേണം. ഓക്കെ. പൊട്ടൻ ലോട്ടറി അടിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ ആദ്യോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ തോന്നിയതാ, എന്താ എന്നോട് മാത്രം ഒരു മൗനവ്രതം? എന്നിട്ട് ഇന്നത് വളരെ കൂളായിട്ട് ബ്രേക്ക് ചെയ്തു. മൗനല്ലായിരുന്നു. പിന്നെ പെണ്ണൊന്നുമില്ല. എന്നാലും രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് കോമൺ ആയിട്ട് വിഷയം വേണ്ടേ? അതില്ലായിരുന്നോ നമുക്കിടയിലോ? അങ്ങനെയല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് സംസാരിച്ചതോ? ഫുഡ് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് അല്ലേ എപ്പോഴും. ഓ അപ്പൊ അതാണ്. എന്നാ ഞാനൊരു സത്യം പറയാം. വേറൊരു റീസൺ കൂടി ഉണ്ട് ഞാൻ ഇന്ന് മിണ്ടിയന്. എന്ത്? ഐ ലവ് എ ഗേൾ. എനിക്കത് തുറന്നു പറയണം. അതിനു വേണ്ടിയാ തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തത്. ആരോട്? അറിയില്ലേ? ഞാൻ എങ്ങനെ അറിയാനോ? സൈലൻസ് കൊണ്ട് പറയാനായിരുന്നു വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശ്രമം. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകുന്ന അവൾക്കില്ല. ഇനി അടുത്ത വഴി നോക്കണം. ആരാന്ന് പറ. ആ പേര് ഗായത്രി. എന്തായാലും ഇഷ്ടം എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ. അതിന് ലോകത്തിൽ ഇതുവരെയായിട്ടും ആരും യൂസ് ചെയ്യാത്ത ഒരു വഴി, ഐ മീൻ ഒരു രീതി വേണം. ഗേൾസിൻ്റെ ഒക്കെ സൈക്കോളജി വെച്ചിട്ട് ഒരു ന്യൂ വേ ഓഫ് പ്രപ്പോസിങ്. നമ്മുടെ ഓഫീസിലെ സെൻസ് ഉള്ളവരുടെ സെൻസസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗേൾസിൽ താര മാത്രമേ കാണൂ. അതുകൊണ്ട് താര ഒരു വഴി പറഞ്ഞു തരണം. അതല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ലേ ഈ മീറ്റിങ്ങിന്? ഇന്ന് വേണ്ട, നാളെ പറഞ്ഞു തന്നാ മതി. ഓക്കെ, ആലോചിച്ചിട്ട് നാളെ പറയാം. ഓക്കെ. താര താര ഞാൻ ആലോചിച്ചു മതി. നല്ലൊരു പ്രപ്പോസൽ റിംഗ് കൊടുത്തു കഴിഞ്ഞാ അത് നന്നായിരിക്കില്ലേ? ആഹാ, ഈ ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഏയ് അത്രയ്ക്കൊന്നുമില്ല. താര, ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്. ഒരു പുതിയ രീതിയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് ഞങ്ങൾ തമ്മിൽ കാണാൻ പോകുന്നത്. അന്ന് തന്നെ പ്രപ്പോസ്. റൊമാൻറ്റിക് സൺഡേ. എന്നിട്ട്
അവൾക്ക് ഇഷ്ടമുള്ള മസാല ദോശ കഴിക്കാനായിട്ട് ഞങ്ങൾ ഉടുപ്പി ഹോട്ടലിൽ പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, താരയുടെ ഐഡിയയും എൻ്റെ ഐഡിയയും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്തൊന്ന് കൊളാബറേറ്റ് ചെയ്ത് എല്ലാം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പ്രപ്പോസൽ റിംഗ് നേരിട്ട് കൈ കൊടുക്കാതെ മസാല ദോശയുടെ ഉള്ളിൽ വെച്ച് കൊടുത്താലോ? എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ വേണ്ട അല്ലേ, എങ്ങാനും തൊണ്ടകൂടി ചെത്താ പണിയാവും. ഇത്ര സില്ലി അല്ലാതെ കുറച്ചും കൂടി ഹെവി ആയിട്ട് എൻ്റെ വേറെ ഐഡിയ ഉണ്ട്. പ്രായിപ്രമേട് എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തശ്ശൻ വഴി കിട്ടിയ 2.5 സെന്റ് സ്ഥലം എനിക്കുണ്ട്. അങ്ങനെ വിറ്റ് പോകുന്നില്ല, ചതുപ്പ് നില. നമുക്ക് ഈ സ്ഥലത്ത് നല്ല അടിപൊളി പൂന്തോട്ടം അങ്ങ് കൃഷി ചെയ്യാം. എന്നിട്ട് ഈ സ്ഥലം ഞാൻ അവളുടെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. പൂന്തോട്ടം കാണാൻ എന്തായാലും അവളവിടെ വരുവേ. വരും. എന്റെ പൂന്തോട്ടം കണ്ട് അവളെ ഞെട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എങ്ങനെയുണ്ട് ഐഡിയ? സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ, തോന്നിയില്ലേ? ഇല്ല. എന്നാ അതും വേണ്ട. ശരിയാ, എന്റെ പൂന്തോട്ടം കണ്ട് ഞെട്ടിയില്ലെങ്കിലേ 2.5 സെന്റ് സ്ഥലം അങ്ങ് പോകും കഴിയുന്നു. താരൊരു ഐഡിയ പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ പറയാം. പറ. നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു മൂവി കയറി, ബാക്കി പിന്നെ ഞാൻ പറയണ്ടല്ലോ. ജുറാസിക് പാർക്ക് 4 പോയാലോ? ഇല്ലെങ്കിൽ കോഞ്ചറിങ് 2 പോവാം. എങ്ങനെയുണ്ട്? ഞാൻ അത്ര ആലോചിച്ചൊന്നുമില്ല, എന്നാലും ബെറ്റർ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വഴി പറയട്ടെ. പക്ഷേ നല്ലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ക്ഷണിക്കാം. അപ്പൊ തന്നെ അവൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. പക്ഷെ ഇത് വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഇല്ല താര. വലിയ കഷ്ടപ്പാടിൽ ജീവിച്ചവരാ എൻ്റെ ഗായത്രിയും വീട്ടുകാര്. അവരുടെ വീട്ടില് ഈ കറണ്ട് കണക്ഷനൊക്കെ കിട്ടിയത് ഈ ഇടയ്ക്കാ. വർഷങ്ങളായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെ നീ പറഞ്ഞ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാ കഴിച്ചുകൊണ്ടിരിക്കണേ. കഞ്ഞിയിൽ പാറ്റ വീണാ പോലും അറിയാറില്ലെന്ന് അവള് പറയണേ. ആ അവളെ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ക്ഷണിച്ചു കഴിഞ്ഞാ കളിയാക്കെന്നെ അവള് വിചാരിക്കുള്ളൂ. എന്നാ വിട്, വേറെ നോക്കാം. ഓക്കെ, എപ്പോ പറയും? പറയാം, ആലോചിക്കട്ടെ. മതി. ബോസ് പോയി. അതെ, എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവൾക്കറിയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ വേ ഓഫ് പ്രൊപ്പോസിംഗ് ആയില്ലേ? ന്യൂ വേ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഭാഷ ഏതാണോ? ബംഗാളി. എൻ്റെ അമ്മാവനെ വർഷങ്ങളായിട്ട് കൽക്കട്ടയില. ഞാൻ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാണ് ഐ ലവ് യുവിന്റെ ബംഗാളിയിലെ അർത്ഥം അറിയണമെന്ന് അമ്മാവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമ്മയെ വിളിച്ചെല്ലാം കൊളാക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ വേറൊന്നുമില്ല. അതിനെ ഒരു കാര്യം പറഞ്ഞാൽ മതി, ബംഗാളിയില് എങ്ങനെയാണ് ഐ ലവ് യു എന്ന് ചോദിക്കാന്ന് അമ്മാവനോട് ചോദിച്ചാൽ മതി. ദേഷ്യം വന്ന ചൂടനാ, പക്ഷെ പാവാ. ഹലോ, അമ്മാവാ. ആദ്യമാണ് അമ്മാവാ. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഒരു കൊളീഗിന് ബംഗാളിൽ എന്തോ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെന്ന്? ആളെൻ്റെ അടുത്തുണ്ട്. ഞാൻ കൊടുക്കട്ടോ അമ്മാവാ. ചൂടനാ. ഹലോ. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? താരയാണ്. ആദിയുടെ ആരാ? ആദിയുടെ കൊളീഗാ. എന്താ കുട്ടിക്ക് ഡൗട്ട് ബംഗാളി ഭാഷയിൽ? അത് പിന്നെ ഈ ഐ ലവ് യുവിന് ബംഗാളിയിൽ എന്താ പറയാ? നിനക്കൊന്നും വേറെ പണിയില്ലടി. ഓക്കെ, സോറി, ബൈ. വെക്കണ്ട എഴുതിക്കോ. ആമി തുമാക്കെ ബാലു ഭാഷ. ആമി തുമാക്കെ ബാലു ഭാഷ. ഓക്കെ, താങ്ക് യു. എന്ത് പണിയാ ആദ്യം കാണിച്ചേ? അതും എന്റെ ഫോണിന്നോ? 4 രൂപയിലേ പോയുള്ളൂ, 10 രൂപയ്ക്ക് റീചാർജ് ചെയ്താന്ന്. അത് ആമി തുമാക്കെ ബാലു ഭാഷ. ആവൂ, ആശ്വാസായി. താങ്ക് യു ടാ. ഹലോ താര. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു തരാം. നമുക്ക് ഐഡിയ വേണ്ട. അവൾക്കിത് ബംഗാളിയാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. നമുക്ക് വേറൊരു ഐഡിയ ആലോചിക്കാം. ഓക്കെ.
ആദി, ഈ ലവ് എന്ന് പറയുന്നതിലല്ല കാര്യം, ചെയ്യുന്നതിലാ. അപ്പോ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ എന്തിനെ പുതിയ വഴി? ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം തന്നെ പഴഞ്ചനല്ലേ? എന്നിട്ട് എന്തോ കുഴപ്പം? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അല്ല, പ്രണയം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണെന്ന് തനിക്ക് എങ്ങനെ അറിയാ? അതെന്താ, ഞാൻ മനുഷ്യ സ്ത്രീ അല്ലേ? എനിക്ക് എന്തായാലും എന്റെ പ്രണയം തുറന്നു പറയാൻ ഒരു പുതിയ വഴി തന്നെ വേണം. Idiot. അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഞാൻ അവളെ കാണാൻ പോകുമ്പോ നിന്നെ കൂട്ടാം, എന്നിട്ട് നീ എന്റെ ലവറാണെന്ന് പറയാം. അവളുടെ എക്സ്പ്രഷൻ എങ്ങാനും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏയ്, അതൊന്നും പറ്റില്ല. പറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇല്ല, എനിക്കങ്ങനെ കെട്ടിയൊരുങ്ങി വരാനൊന്നും പറ്റില്ല. സിമ്പിൾ ഡ്രസ് മതിന്നേ. അതല്ല, എനിക്ക് വരാനേ ഇഷ്ടല്ല. അങ്ങനെയാണോ? എന്നാ ഞാൻ 2 കരിക്ക് വാങ്ങാതെ 1 കരിക്ക് വാങ്ങി അതിലൊരു സ്ട്രോ ഇട്ട് വേണ്ടേ? എന്റെ ബൈക്ക് പഞ്ചറായി. ഇതാരോ കാറ്റ് കുത്തി കളഞ്ഞെന്നാ തോന്നുന്നത്. ആര്? അത് നമ്മുടെ വെറൈറ്റി ബോ 7 ആണ് ചാൻസ്. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഓക്കെ. ഓക്കെ. ജോലിയിൽ ഇപ്പൊ നല്ല ഉഴപ്പാലേ. എനിക്ക് ആ പെണ്ണിനെ ചിന്തയുള്ളൂന്നേ. എന്തായാലും ആ ആലോചന ഇന്നും കൂടി ഉള്ളൂ. നാളെയാണ് സൺഡേ. ഇതുവരെയായിട്ടും ഒരു വഴിയും തെളിഞ്ഞു കിട്ടിയിട്ടില്ല. ഈ വണ്ടി പുതിയതാണല്ലേ? ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂട്ടി പെപ്പ ആയിരുന്നു. ക്ലാസ് തീരുന്നതിന് 7 മാസം മുമ്പാണ് നീ അത് കോളേജിൽ കൊണ്ടുവന്നത്. KL7BB 6987 അതല്ലേ നമ്പർ? അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നില്ലാതെ. നല്ല വണ്ടിയായിരുന്നു. നല്ല റോസ് കളറില്. അതേ കളറില് നിനക്കൊരു ചുരിദാർ ഉണ്ടായിരുന്നു. ചെറിയ വെള്ള പൂവ് വെച്ച് എംബ്രോയിഡറി ചെയ്ത നല്ല ചുരിദാർ. പക്ഷെ എനിക്കിഷ്ടം സ്കൈ ബ്ലൂ കളറിലുള്ള ചുരിദാറായിരുന്നു. അതിന് മാച്ചാവുന്ന നക്ഷത്രത്തിൻ്റെ ഷേപ്പിലുള്ള കമ്മൽ, ഐ മീൻ സ്റ്റഡായിരുന്നു അന്നൊക്കെ നിനക്ക്. പകലാകാശത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് നിന്റെ സ്കൈ ബ്ലൂ കളറിലുള്ള ചുരിദാർ ഓർമ്മ വരുന്നു. ഇപ്പോഴും രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നിറയെ നിന്റെ കമ്മലുകളും. ഇറങ്ങി. എന്തേ? ഇറങ്ങാൻ. എന്തൊക്കെയായി സംസാരിക്കുന്നേ? ഒന്നുമില്ല. ദ ന്യൂ വേ ഓഫ് പ്രപ്പോസിങ്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുള്ള പോലെ ഉണ്ടല്ലോ. തയ്യാറെടുപ്പൊന്നുമില്ല. പിന്നെ കാര്യം പറഞ്ഞതാ. ചുരിദാറും കമ്മലും മാത്രമേ ഓർക്കാറുള്ളൂ. അപ്പൊ നീ നിന്റെ ഗായത്രി ഓർക്കാറില്ലേ? അങ്ങനെ ഒരാളില്ല. പിന്നെ എന്തിനാ നീ എന്നെ പറ്റിച്ച്? സംസാരിക്കാനും അടിക്കാനും ഒക്കെ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? That's it. ആ, എന്നിട്ട് പഠിത്തോ? എന്റെ കാര്യമല്ലല്ലോ, നിന്റെ കാര്യമല്ലേ. അടുത്തോ? നിന്നോടോ? ഞാനോ?
ഇടി അടുക്കുമല്ല അകലുവാണെന്ന് മനസ്സിലായല്ലേ? എന്നെ കൂടി കൊണ്ടുപോകും. ഇതെന്ത് പറ്റി? പഞ്ചറായതാ. നന്നായി. എന്ത് നന്നായിരുന്നു? ടയറിന്റെ കാറ്റ് വെച്ചോടാൻ നിനക്ക് മാത്രമേ അറിയുള്ളൂ എന്ന വിചാരം? എന്തിന്? ഞാൻ കാറ്റയച്ചിട്ട് കൂടെ വന്നതേ എനിക്ക് ആകാശത്ത് ചുരിദാറും കമ്മലും ഒക്കെ കാണുന്ന പ്രത്യേക തരം അസുഖമുള്ള കാരണം. നീ എന്തിനാ ചുമ്മാ? ചില അസുഖങ്ങള് പകരുന്ന കേട്ടിട്ടില്ലേ? ഓ ആ ടയറിന്റെ കാറ്റടിക്ക് എന്തേ ആളിപ്പോ വരും. ഇത് ശരിയാക്കിയിട്ട് അയാളും കൂട്ടി നിന്റെ ബൈക്ക് നേരെ പോയി എടുക്കാം. വേറൊന്നല്ല, നാളെ അല്ലേ നിന്റെ റൊമാൻറ്റിക് സൺഡേ. ആ ഗായത്രിക്ക് മസാല ദോശ വാങ്ങിക്കൊടുക്കാൻ നിന്റെ വേറെ വണ്ടിയൊന്നുമില്ലല്ലോ. അല്ല, കാറ്റടിക്കാൻ ഇപ്പൊ ആള് വരുന്നല്ലോ പറഞ്ഞത്. പിന്നെ എന്തിനാടി നീ എന്നെ ഇങ്ങനെ ഊതുന്നത്?